ഗൈസ്, അങ്ങനെ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ആദർശേട്ടൻ്റെ ഓഫീസിൽ ഇന്ന് ഓണം സെലിബ്രേഷനാണ്. കാര്യം ഓണം കഴിഞ്ഞിട്ടാണ് ഈ സെലിബ്രേഷൻ എങ്കിലും കളറാക്കണമല്ലോ. ആളിവിടെ നിന്ന് ടൈം ചെയ്യുന്നുണ്ട്. അവരുടെ CEO ഒക്കെ US വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു BB ക്രീം. ഇതിനകത്ത് ഓൾറെഡി SPF 30 ഉണ്ട്, അതുകൊണ്ട് തന്നെ SPF സെപ്പറേറ്റ് ഇടുന്നില്ല. പിന്നെ ഒരു ലൈറ്റ് മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ ഈ BB ക്രീമിൽ ഒതുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി ഐബ്രോസൊക്കെ ഒന്ന് സെറ്റാക്കി കണ്ണൊന്ന് എഴുതി നല്ല മോർണിംഗ് ലൈറ്റിൽ നിന്നിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇതായിരുന്നു നൈനുവിൻ്റെ ഔട്ട്ഫിറ്റ് ആൻഡ് ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി ഞാൻ സാരി ഒന്നും എടുക്കുന്നില്ല, കാരണം ഭയങ്കര ഹെവി ആയി പോവും, കുട്ടിയെടുത്ത് നടക്കാനുള്ളതല്ലേ. അങ്ങനെ പൊട്ടൊക്കെ കുത്തി ഒരു ലിപ്സ്റ്റിക്കിന് പകരം ഞാൻ ലിപ് ബാമാണ് ഇട്ടത്, മാമാർത്തിൻ്റെ. ദിസ് ഇസ് ബീട്രൂട്ടിൻ്റെ ലിപ് ബാം. സോ എനിക്കിത് മാത്രം മതിയെന്ന് തോന്നി. പിന്നെ പണ്ടെപ്പോഴോ എൻ്റെ കെട്ടിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുടി കെട്ട് കാണിക്കാവൂ. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നങ്ങനെ കെട്ടാകും. അതും എൻ്റെ മടിയുടെ ഒരു ഇതുകൊണ്ട് സംഭവിച്ചു പോയതാണ് കേട്ടോ. എന്തായാലും ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് പോകാമെന്ന്. ആൾക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സിന്ദൂരം വെക്കണം, വല്ലപ്പോഴും എങ്കിലും അതൊന്ന് വെക്കണമല്ലോ. എൻ്റെ വീട്ടുകാർ പറയുന്നതാണ് കേട്ടോ, വല്ലപ്പോഴും എങ്കിലും അതൊന്ന് വെക്കാൻ. പിന്നെ നമ്മളൊരു ജുമുക്കയാണ് ഇട്ടത്, ഒരു ടെമ്പിൾ ഡിസൈനിൽ വന്നിട്ടുള്ള ജുമുക്ക. പിന്നെ 2 ബാംഗിൾസ് ഇട്ടു. പിന്നെ മൈ ഫേവറേറ്റ് വാച്ച്. ഈ ജുമുക്ക എനിക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഓക്കെ പോലെ തോന്നിയുള്ളൂ, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പിന്നെ തലമലയും കൂടി ഇട്ടു. നമ്മൾ സെറ്റായി. നേരെ നമ്മൾ പ്രോഗ്രാമിന് പോയി. അത്തപ്പൂക്കളൊക്കെ കണ്ടു. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചിലതൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ, പേരെഴുതി വെക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ 9 കൊണ്ട് കുറേ നടന്നു. ആൾക്ക് ഉറക്കം വരുമ്പോൾ വീട്ടിലേക്ക് വരണം, അതാണ് അവസ്ഥ. ഇത് രാജഗിരി കോളേജിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം, കാക്കനാടുള്ളത്. പിന്നെ നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോയി. സദ്യ അടിപൊളിയായിരുന്നു. 9 എന്നതുള്ള പരിപ്പും പഴവും ഒക്കെ കൊടുത്തിട്ടോ ആളത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സദ്യ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം എന്നുള്ള പ്ലാനിങ്ങിലിരിക്കുകയാണ് ഞാനും നൈനും. അങ്ങനെ സദ്യ മാത്രമൊന്നുമല്ല, ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അച്ഛനും മോളും ഒരുപോലെ ഡാൻസൊക്കെ ആസ്വദിക്കുന്നു. എന്തായാലേ കോപ്പി പേസ്റ്റ് അത്രേ പറയുള്ളൂ. ഞാനും ഡാൻസൊക്കെ കളിക്കും, കുറച്ച് കഴിയുമ്പോൾ ഞാനും അരങ്ങത്തേക്കൊക്കെ ഇറങ്ങും എന്നാണ് ഞാൻ മനസ്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിൽ പോകണം, കുളിക്കണം, കിടന്നുറങ്ങണം, അതാണ് ഞങ്ങളുടെ മൈൻഡിൽ. അപ്പോൾ ചേട്ടാ ബൈ ബൈ.